പെട്ടെന്ന് കാലാവസ്ഥ മാറുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ വൈകിട്ടായിരുന്നു ഇതിലും ശക്തമായിട്ടുള്ള മഴ. പക്ഷേ ആ നിലയിലുള്ള മഴയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്തായാലും കാലാവസ്ഥ പ്രതികൂലമാകുന്നത് ഈ ദൗത്യത്തിന് വെല്ലുവിളി തന്നെയാണ്. കാരണം ഒട്ടനവധി കാര്യങ്ങളിൽ അപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടും. ഇന്നലെ ഈ രക്ഷാപ്രവർത്തനവും മറ്റ് ദൗത്യങ്ങളൊക്കെ 3-3:30 മണിയോടുകൂടി നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം തുടങ്ങും. 6 സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 6 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളായിരിക്കും നടക്കുക. അതിൽ വിവിധ സേനകൾ, പ്രത്യേകിച്ചും കര, നാവിക, അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേന, അതോടൊപ്പം മറ്റ് പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനകൾ, ഇവരൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് കാട്ടിത്തരാൻ, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്ന് കാട്ടിത്തരാനുള്ള പ്രദേശവാസികൾ അവിടെ കുറവാണ്. കാരണം പല വീടുകളിൽ നിന്നും മുഴുവൻ പേരും തന്നെ ഈ വിക്റ്റിമായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ പെട്ടുപോയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത് കുഴിക്കുന്ന സമയത്ത് മണ്ണിനടിയിൽ പെട്ടുപോയവരെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കാരണം പലരും ഈ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ വെള്ളത്തിൽപ്പെട്ടു പോയവരാണ്. അങ്ങനെ വെള്ളത്തിൽപ്പെട്ടു പോയവരെ ആ വെള്ളം ഒലിച്ച് മറ്റു പലയിടങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് പലയിടങ്ങളിൽ വന്നും അവർ അടിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നോക്കിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യവും അവർ പങ്കുവച്ചിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ കേട്ടത് ഈ പലരുടെയും ഒക്കെ ഒരു സങ്കട കാഴ്ചകളാണ്, അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഈ മേഖലയിൽ പ്രധാനമായും നിലനിൽക്കുന്ന മറ്റൊരു കാര്യം. കാരണം പലർക്കും ഒറ്റ രാത്രി കൊണ്ടാണ് അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടത്. പല കുടുംബങ്ങളും തന്നെ ഇല്ലാതായത്, എല്ലാം തകർത്തെറിയപ്പെട്ടത് ആ ഒരൊറ്റ രാത്രിയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ മുന്നോട്ടുള്ള, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ, രക്ഷപ്പെട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും വലിയ ആശങ്കകളും ഇനി ഭാവി ജീവിതത്തെക്കുറിച്ചൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അത്രത്തോളം ഒരു ബുദ്ധിമുട്ടിലായിട്ടുള്ള അവസ്ഥയിലാണ് അവർക്ക് ഉള്ളത്. എന്തായാലും ഇന്ന് ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും. രാവിലെ തന്നെ തുടങ്ങും. പക്ഷേ രാവിലെയും ശക്തമായിട്ടുള്ള മഴ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നത് ഒരു പ്രതിസന്ധി തീർക്കുന്ന കാര്യമാണ്. ഈ മഴ പെയ്യുമ്പോൾ കോടയും ഇറങ്ങും. അപ്പോൾ ഒരു വിസിബിലിറ്റി കുറയും. അതോടൊപ്പമുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ ഈ ഒരു കുഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നൊരു കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ഇന്നലെ 7ഓളം മൃതദേഹങ്ങളാണ് കിട്ടിയത്. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകും. അങ്ങനെ ഒരു 6 ഇടങ്ങളാണ് പ്രധാനമായും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുക എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണെങ്കിൽ ഈ വില്ലേജ് ഓഫീസ് പരിസരം, ചുരൽമലയിലാണെങ്കിൽ അല്ലെങ്കിൽ മുണ്ടക്കൈ, അതോടൊപ്പമുള്ള മറ്റ് ഇടങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായ പോയിന്റുകളായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പാലം എന്നത് ഈ ദൗത്യത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമാകും. പക്ഷേ പാലം അതുമാത്രം കൊണ്ടും അല്ല, ഇവിടെ ഉണ്ടായിരുന്നൊരു കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു. ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഏകദേശം 2000 ചില്ലുവാൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ താമസിച്ചിരുന്ന പ്രദേശമാണ്. അങ്ങോട്ടുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അങ്ങോട്ട് വാഹനങ്ങൾക്ക് പോകാം, അവിടെ കാര്യങ്ങൾ ചെയ്യാം, അതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതോടൊപ്പം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വേറെ, ഓരോരുത്തരുടെയും അവസ്ഥകൾ വേറെയാണ്. അവർക്ക് തന്നെ ആ ഒരു ബുദ്ധിമുട്ടിലായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉള്ളിലയ്ക്കുന്ന ഒരു സങ്കട കാഴ്ചകളാണ് ഈ ഒരു പരിസരത്ത് ആകെ നിലനിൽക്കുന്നത്. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്ന ചോദ്യം അവർക്ക് മുന്നിൽ പ്രധാനമായും നിലനിൽക്കുന്നു. കാരണം ഇനി വീട് നഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചവർ പറഞ്ഞത്, ഞങ്ങൾ ഒരു റോഡാണ്, ഒരൊറ്റക്കെട്ടായി ഒരുമയോടുകൂടി ജീവിച്ചിരുന്നവരാണ്, അതിൽ പലരും ഇന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ വളരെ വ്യക്തമാണ്. കാരണം അത്രത്തോളം സ്നേഹത്തിലും അത്രത്തോളം ഒരു സഹവർത്തിത്വത്തിലും ഒക്കെ കഴിഞ്ഞു പോകുന്നവരാണ് അവർ. അവരിൽ നിന്ന് പലരും ഇല്ല. മാത്രമല്ല ചില കുടുംബങ്ങളിൽ ഒരു 10-40ഓളം പേർ ഇല്ലാതായി പോയിരിക്കുന്നു. അങ്ങനെ അവർക്ക് ഉറ്റവരും ഉടയവരും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി ഈ പ്രദേശത്ത് ഇനിയൊരു താമസം എന്നത് സംബന്ധിച്ചുള്ള കാര്യവും അത് അനിശ്ചിതത്വത്തിലാണ്. അതെങ്ങനെ എന്ന് സംബന്ധിച്ച്, കാരണം ഒരു സുന്ദരമായൊരു പ്രദേശമായിരുന്നു. കഴിഞ്ഞ ദിവസവും പലരും നൽകിയപ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രത്തോളം സ്നേഹമുള്ള മനുഷ്യർ, അത്രത്തോളം സൗന്ദര്യമുള്ള ഒരു ഇടം, അത്രത്തോളം സുന്ദരമായൊരു ഭൂപ്രദേശം. ആ സുന്ദരമായിട്ടുള്ള ഭൂപ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ് ഇന്ന് ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ സ്ഥലമാണോ ഇത് എന്ന് തോന്നിപ്പിക്കുമാറ് അത്രത്തോളം സങ്കടകരമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ദുഃഖത്തിലാഴ്ത്തുന്ന കാഴ്ചകളാണ് മുണ്ടക്കൈ പ്രദേശത്താണെങ്കിലും ഈ പ്രദേശത്തൊക്കെ ആണെങ്കിലും കാണാൻ കഴിയുന്നത്. ആ ഒരു അവസ്ഥ ഈ മേഖലയിൽ ആകെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പല ഇടങ്ങളിൽ നിന്നെത്തിയവരുണ്ട്. ആ പല ഇടങ്ങളിൽ എത്തിയവരൊക്കെ
തന്നെ ഈ ഒരു ഭൂഘടന കണ്ടിട്ട് ഞെട്ടിപ്പോകുന്ന നിലയാണുള്ളത്. കാരണം അത്രത്തോളം സംഹാര താണ്ഡവമാടിയാണ് ശരവേഗത്തിൽ ഈ മണ്ണും വെള്ളവും അതോടൊപ്പം തന്നെ ഈ കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒക്കെ ഇടിച്ചിറങ്ങിയത്. അത് ഒരു കൂട്ടം മനുഷ്യരെയാണ് കവർന്നെടുത്ത് ഒലിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഒരു തരത്തിലേക്കും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഇടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വരെ ഇത് ഒഴുകി ചെന്നു എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു പുഴയുണ്ട്, ആ പുഴ സ്വാഭാവികമായിട്ടും ഉരുൾപൊട്ടുമ്പോൾ അല്പം വലുതാവും, കയറി ഒഴുകും, കരകയറി ഒഴുകും, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അത് കുറച്ചുകൂടെ ശക്തമാകും. അങ്ങനെ ഒരു മുൻവിധിയോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് കുറെക്കൂടി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയവർ, അത് സുരക്ഷിതമാണെന്ന കാര്യം കണ്ടുകൊണ്ട് നിന്നവർ, അവിടെയൊക്കെ തന്നെ വെള്ളമെത്തി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഉത്ഭവസ്ഥാനത്ത് നിന്ന്, അതായത് മുണ്ടക്കൈക്ക് മുകളിൽ നിന്ന് ഉരുൾപൊട്ടി മുണ്ടക്കൈ പ്രദേശത്തെ ആകെ ഉലച്ചു. അതിനുശേഷം നേരെ ചൂരൽമല കവർന്നെടുത്തു. ചൂരൽമലയിൽ നിന്നും പോവുകയാണ്, നേരെ ഒഴുകി സൂചിപ്പാറ വഴി ചാലിയാർ കിടന്ന് നേരെ പോത്തുകല്ല് ഭാഗത്തേക്ക് എത്തുന്നു. പോത്തുകല്ലിൽ നിന്ന്, അതായത് ഇത് വയനാട് ജില്ല, പോത്തുകല്ല് മലപ്പുറം ജില്ല, അങ്ങനെ മറ്റൊരു ജില്ലയിലേക്ക് വരെ ഈ ആളുകളെ കൊണ്ടുപോകുന്നത്ര ശക്തിയുള്ള, അത്ര സംഹാര താണ്ഡവമാടുന്ന രീതിയിലേക്കാണ് ഈ ഉരുൾപൊട്ടൽ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. എന്തായാലും എവരെയും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു കാര്യങ്ങളിൽ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം കുറെ കൂടി റിസൾട്ട് ഈ പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു ചിന്തയാണ് അവർക്കുള്ളത്.